ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 46 മുതൽ 50 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. യാവാൻ അർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുത ഉദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. യാവാൻ അർത്ഥ ഉദപാനേ. ഉദപാനേ ചെറിയ ജലാശയം, കിണർ, കുളം തുടങ്ങിയ ചെറിയ ജലാശയങ്ങളാണ് ഉദപാനം എന്ന് പറയുന്നത്. അപ്പോൾ യാവാൻ അർത്ഥ, ഈ ചെറിയ ജലാശയങ്ങൾ എത്രത്തോളം നമുക്ക് അർത്ഥവത്താണ് അല്ലെങ്കിൽ ഉപയോഗപ്രദമാണ്. സർവതഃ എല്ലായിടവും സംപ്ലുത ഉദകേ, എല്ലായിടത്തും വെള്ളം പൊങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ചെറിയ ജലാശയങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? താവാൻ അതുപോലെയാണ് സർവേഷു വേദേഷു എല്ലാ വേദങ്ങളെയും കൊണ്ട് ബ്രാഹ്മണസ്യ ഒരു ബ്രാഹ്മണന് വിജാനതഃ അറിഞ്ഞാലും. എല്ലായിടവും വെള്ളം പൊങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ചെറിയ ജലാശയങ്ങളെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ ഈ ചെറിയ ജലാശയങ്ങളാവട്ടെ വേനൽക്കാലത്ത് നമുക്കെല്ലാം ജീവനെ നിലനിർത്താൻ ജലം തരുന്ന സ്രോതസ്സുകളാണ്. പക്ഷേ വർഷകാലമാകുമ്പോൾ എല്ലായിടത്തും വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ ഈ ജലാശയങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നതുപോലെ ഈ വേദങ്ങൾ എല്ലാം അത് സ്വായത്തമാക്കിയിരിക്കുന്ന ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അർത്ഥശൂന്യങ്ങളാണ്. വേദങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണ്. ഏത് പ്രകാരത്തിലാണോ ഈ ജലാശയങ്ങളെല്ലാം നമുക്ക് ഉപയോഗരഹിതമാകുന്നത്, അതുപോലെയാണ് ബ്രഹ്മജ്ഞാനം നേടിയ ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ഈ വേദങ്ങൾക്കുള്ള സ്ഥാനം. ഇവിടെ ബ്രഹ്മജ്ഞാനം നേടിയത് എന്ന് പറയുമ്പോൾ ആ അറിവിൻ്റെ തലത്തിലേക്ക് ഉയർന്ന ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും ജന്മം കൊണ്ട് കിട്ടുന്ന ബ്രാഹ്മണ്യമല്ല. ഏത് വിഭാഗത്തിൽ നമ്മൾ ജനനമെടുത്താലും പൂർവജന്മാർജിതങ്ങളായ ആ ജീവാത്മാവിൻ്റെ ഒരു യോഗ്യതയ്ക്കനുസരിച്ച് അതിന് ബ്രഹ്മജ്ഞാനത്തിന് അർഹത വന്നു ചേരുന്നു. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ജന്മത്തിൽ അറിവിൻ്റെ പരമകാഷ്ഠയായ വേദങ്ങളെക്കുറിച്ചൊക്കെ നന്നായി പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, പഠിക്കുന്നു. അങ്ങനെ ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അറിവുകളെല്ലാം നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ വേദങ്ങൾ വെറും പുസ്തകങ്ങൾ മാത്രമാണ്. അതിനെക്കൊണ്ട് പ്രത്യേകിച്ചൊന്നും അയാൾക്ക് ലഭിക്കാനില്ല, നേടാനില്ല. ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഒരു വീടിൻ്റെ മുകളിലേക്ക് കയറണം, കയറിയാൽ മാത്രമേ താഴേക്ക് ഇറങ്ങണം എന്ന് താല്പര്യമില്ല, ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ഒരു ഏണിക്ക് തുല്യമാണ് ഈ പറഞ്ഞ വേദങ്ങൾ. ആ ഏണി ഉപയോഗിച്ച് അയാൾ മുകളിലേക്ക് കയറുന്നു എന്നതല്ലാതെ അയാൾക്ക് പിന്നീട് താഴേക്ക് വരേണ്ട ആവശ്യമില്ല എങ്കിൽ ആ ഏണി എത്രമാത്രം ഉപയോഗരഹിതമാണോ അയാളെ സംബന്ധിച്ചിടത്തോളം അതുപോലെയാണ് വേദങ്ങൾ എന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ സമർത്ഥിക്കാം.
സാധാരണഗതിയിൽ അറിവിൻ്റെ ഒരു ഭണ്ഡാരമായിട്ട് തന്നെയാണ് വേദങ്ങൾ ഉദ്ഘോഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഏതൊരു വിദ്യയും. നമ്മൾ നിരന്തരമായിട്ട് അഭ്യാസം ചെയ്തു വരുന്ന ഒരു വിദ്യയ്ക്ക് അതിന് വീണ്ടും ഉപയോഗപ്രദമാക്കണമെങ്കിൽ വീണ്ടും ആ പുസ്തകങ്ങളെ അവലംബിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അത്രമാത്രം അർത്ഥമേ വേദങ്ങൾക്ക് ഒരു ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ളൂ എന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. യാവാൻ അർത്ഥ ഉദപാനേ സർവദാ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി കർമ്മണി ഏവ അധികാരഃ തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുഃ ഭൂഃ മാ തേ സംഗഃ അസ്തു അകർമ്മണി കർമ്മണി ഏവ അധികാരഃ തേ തേ നിനക്ക് കർമ്മണി ഏവ അധികാരഃ നിനക്ക് കർമ്മം ചെയ്യുവാൻ മാത്രമേ അധികാരം ഉള്ളൂ അർജുന. മാ ഫലേഷു കഥാചന കഥാചന ഒരിക്കലും മാ ഫലേഷു അതിൻ്റെ കർമ്മഫലത്തിൽ നിനക്കൊരിക്കലും അധികാരം ഇല്ല. മാ കർമ്മഫലഹേതുഃ ഭൂഃ ഒരിക്കലും കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായ അല്ലെങ്കിൽ കർമ്മഫലത്തിന് കാരണമായി ഭവിക്കരുത്. മാതേ സംഗഃ അസ്തു അകർമ്മണി നിനക്ക് സംഗഃ മാ അസ്തു സംഘം പോലും ഉണ്ടാകാതിരിക്കട്ടെ. എന്തിനോട്? അകർമ്മണി കർമ്മം ചെയ്യാതിരിക്കലിനോട് നിനക്ക് അടുപ്പം പോലും ഉണ്ടാവാതിരിക്കട്ടെ. 4 കാര്യങ്ങളാണ് കർമ്മത്തെ സംബന്ധിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ അർജുനന് ഉപദേശിക്കുന്നത്. എപ്പോഴും കർമ്മം ചെയ്യുവാനേ നമുക്ക് അധികാരം ഉള്ളൂ. ഒരിക്കലും ആ കർമ്മത്തിൻ്റെ ഫലം ഇന്നതായിരിക്കണം എന്ന് ശഠിക്കുവാൻ ആ കർത്താവിന് അധികാരം ഇല്ല എന്ന് തീർത്തു പറയുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്തത്. അതുപോലെ തന്നെ ചില മോശമായ കർമ്മങ്ങൾ ഒക്കെ ആചരിച്ചിട്ട് അതിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടതായ ഒരു സാഹചര്യത്തിലേക്കും നീ എത്തിച്ചേരരുത്. അതുപോലെ തന്നെ നിനക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാതെ മടിയന്മാരായിരിക്കുന്ന ആളുകളോട് സംഘം പോലും അല്ലെങ്കിൽ അടുപ്പം പോലും ഉണ്ടാകാൻ പാടില്ല എന്നും ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നു. ആലോചിച്ച് നോക്കണം, നമ്മളെല്ലാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ്. അതേസമയം നമ്മൾ ഈ ശരീരം കൊണ്ട് നിർവഹിക്കേണ്ടതായ പല കർമ്മങ്ങളും ആ ഫലത്തെ പ്രതീക്ഷിക്കാതെ ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇവിടെ കർമ്മയോഗം എന്ന് പറയുന്നത് പിൽക്കാലത്ത് ജ്ഞാനയോഗത്തിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ ആ കർമ്മയോഗം നിഷ്കാമകർമ്മമായി അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നിഷ്കാമകർമ്മത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിയണമെങ്കിൽ കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ കർമ്മം ചെയ്യണം എന്നതാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് മാ ഫലേഷു കഥാചന ഒരിക്കലും കർമ്മഫലത്തെക്കുറിച്ച് ഓർത്ത് അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരിക്കലും കർമ്മം ചെയ്യരുത് എന്ന് വ്യക്തമായിട്ട് ഭഗവാനോട് പറയുന്നതിന് കാരണവും അതുതന്നെയാണ്. പിന്നെ ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് ഒരു ജീവജാലങ്ങൾക്ക് സാധിക്കുന്നതല്ല. ജനനമെടുത്തിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായി വരും. അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനായി പോലും കർമ്മം അനുഷ്ഠിക്കേണ്ടതായി വരും. എന്നാൽ ചെയ്യുന്ന കർമ്മങ്ങളിലെ ദൂഷ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരമുള്ള കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അതിൻ്റെ മോശമായ ഫലങ്ങളെ അനുഭവിക്കാനായിട്ട് നമ്മൾ
നിർബന്ധിതരായി തീരുന്ന ഒരവസ്ഥയിലേക്കും എത്താതിരിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വെറും മടിയന്മാരായി പോകരുത്. മടിയന്മാരാകുന്ന സ്വതവേ ഒരാൾ മറ്റൊരാളുടെ മടി കാണുമ്പോഴാണ്. അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് സംഘം പോലും അടുപ്പം പോലും ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഊന്നിപ്പറയുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ഏതൊരു ജീവജാലങ്ങൾക്കും ജനനം മുതൽ ആ ശരീരം ഉപേക്ഷിക്കുന്ന മരണം വരേക്കും കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മതിയാവുകയുള്ളൂ. ഓരോ കർമ്മങ്ങളും അനുഷ്ഠിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലം ഏത് രീതിയിൽ പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കർമ്മവും കർമ്മഫലമായിട്ട് പലപ്പോഴും ബന്ധമില്ല എന്ന് വരികിൽ ആ കർമ്മഫലത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന കാര്യം നമുക്ക് വളരെ ബോധ്യമാവുകയും ചെയ്യും. അപ്പോൾ ഈ കർമ്മയോഗം നമ്മളെ ജ്ഞാനയോഗത്തിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളെ ആ ഫലം ലക്ഷ്യമാക്കി ചെയ്യാതെ അത് നിഷ്കാമമായിട്ട് യാതൊന്നും തിരികെ ആഗ്രഹിക്കാതെ അനുഷ്ഠിക്കേണ്ടതാണ് എന്നും, അതുപോലെ തന്നെ കർമ്മഫലങ്ങളെക്കുറിച്ച് നമുക്ക് ആഗ്രഹിക്കാൻ അവകാശമില്ല എന്നും, മോശമായ കർമ്മങ്ങൾ ആചരിക്കരുത് എന്നും, കർമ്മം ചെയ്യാത്തവരോട് സംഘമുണ്ടാകരുതും എന്നും എല്ലാം ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനനെ ഉപദേശിക്കുന്നു. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാ ദേ സംഗോസ്ത്വകർമ്മണി യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധി അസിദ്ധ്യഃ സമഃ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. യോഗസ്ഥഃ യോഗത്തിൽ സ്ഥിതനായിരിക്കുന്ന ഒരാൾ, ഒരു യോഗി, കുരു കർമാണി അയാൾ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. എങ്ങനെ? സംഘം ത്യക്ത്വ അതിൻ്റെ കർമ്മഫലത്തിനോടുള്ള ആസക്തിയില്ലാതെ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം സിദ്ധ്യസിദ്ധ്യ ആ കർമ്മത്തിൽ നിന്ന് ഫലം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, ഇത് രണ്ടും സമഃ ഭൂത്വ അത് രണ്ടും ഒരുപോലെയായി സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സമത്വം യോഗ ഉച്യതേ. ഇതിന് സമഭാവത്തെ, ഈ സിദ്ധിയിലും അസിദ്ധിയിലുമുള്ള സമഭാവത്തെയാണ് യോഗം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെയെല്ലാം കർമ്മഫലത്തിൽ എന്താണോ സിദ്ധമാകുന്നത് എന്ന് ചിന്തിക്കാതെ, കർമ്മഫലം കിട്ടിയാലും ഇല്ലെങ്കിലും ഇത് രണ്ടും സമഭാവനയോട് കണ്ടുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുന്നവനെ യോഗസ്ഥൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള യോഗസ്ഥൻ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലായ്പ്പോഴും കിട്ടുന്നതിലും കിട്ടാത്തതിലും യാതൊരു പരിഭവമോ സന്തോഷമോ ഇല്ലാതെ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവനായിരിക്കും. ഇങ്ങനെ കിട്ടുന്നതിലും കിട്ടാത്തതിലുമുള്ള സമഭാവനയാണ് യോഗം എന്ന് പറയുന്നത് എന്നാണ്. ഇവിടെയാണ് നമ്മൾ മുൻപ് ഭഗവാൻ ഉപദേശിച്ച ആ നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ എന്ന് പറഞ്ഞ ആ പദം ഒന്നുകൂടി നമുക്കിവിടെ കൊണ്ടുവരാം. ഈ ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്ന സുഖവും ദുഃഖവും, ലാഭാലാഭവും മാന അപമാനവും, സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ മനസ്സിൻ്റെ ചാഞ്ചല്യം ഏത് പ്രകാരത്തിലായിരിക്കും എന്ന് സാധാരണ ഒരാളുടെ രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ, സുഖമുണ്ടാകുമ്പോൾ വളരെയധികം സന്തോഷിക്കുകയും ദുഃഖമുണ്ടാകുമ്പോൾ വളരെയധികം വിഷമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മനസ്സിൻ്റെ ആ സഞ്ചാരം ഒരു ഗ്രാഫിൽ പ്രതിനിധാനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ആദ്യം സുഖമുണ്ടാകുമ്പോൾ വളരെ മുകളിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് അത് ശാന്തമാകുന്നു, പിന്നെ ദുഃഖമുണ്ടാകുമ്പോൾ വളരെ താഴേക്ക് പോകുന്നു. അപ്പോൾ മനസ്സിൻ്റെ
ഈ ചാഞ്ചല്യ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുകളിലേക്കും താഴേക്കുമുള്ള ഈ ഉയർച്ചയും താഴ്ചകളുമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ യോഗസ്ഥൻ എന്ന് പറയുന്ന ആളുടെ കാര്യം നോക്കിയാൽ അയാളുടെ മനസ്സ് ഇതുപോലെ ഉയർച്ചയോ താഴ്ചയോ ഒന്നുമില്ലാതെ സമഭാവനയോടുകൂടി ആ ഒരേ രേഖയിൽ തന്നെയായിരിക്കും വർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തന്നെയാണ് മാന അപമാനവും. ആരെങ്കിലും നമ്മളെ അപമാനിച്ചാലും ബഹുമാനിച്ചാലും ഒക്കെ മനസ്സധികം ഉയരുകയോ താഴുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ആരെങ്കിലും നമ്മളെക്കുറിച്ച് വളരെയധികം പൊക്കി പറയുന്നുവെങ്കിൽ അവർ കാര്യമായിട്ടെന്തെങ്കിലും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അപമാനം ആരെങ്കിലും നമ്മളിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവരെന്തെല്ലാമോ വലിയത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടാതെ വന്നപ്പോഴാണ് അവർ നമ്മളെ അപമാനിക്കുന്നത് എന്നും മനസ്സിലാക്കിക്കൊള്ളുക. ഇത് രണ്ടും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് യോഗസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്നതിലും കിട്ടാത്തതിലും സമഭാവനയോടുകൂടി വർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് സമത്വം യോഗ ഉച്ചത അല്ലെങ്കിൽ സമഭാവന എന്ന് പറയപ്പെടുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. യോഗസ്ഥകുരു കർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ദൂരേണ ഹ്യമരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിശ്ച കൃപണാ ഫലഹേതവഃ. ദൂരേണ ഹി അവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണം അന്വിച്ഛ കൃപണാഃ ഫലഹേതവഃ. ദൂരേണ ഹി അവരം കർമ്മ. ഈ കർമ്മയോഗം എന്ന് പറയുന്നത് പ്രായേണ ഹ്യവരം അത്ര ശ്രേഷ്ഠമൊന്നുമല്ല, അത് നികൃഷ്ടം ആകുന്നു. ബുദ്ധിയോഗാത് അത് അറിവിനെ അല്ലെങ്കിൽ ബുദ്ധിയോഗത്തെക്കാൾ നികൃഷ്ടമാണ് ഈ കർമ്മം എന്ന് പറയുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ കാമ്യകർമ്മങ്ങളാണ്. ഫലത്തെ ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനയോഗത്തെക്കാൾ നികൃഷ്ടമാണ് കാമ്യകർമ്മയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബുദ്ധൗ ശരണമന്വിശ്ച, അതുകൊണ്ട് ഈ ബുദ്ധിയെ, അതായത് സമത്വബുദ്ധിയെ ആശ്രയിക്കുക. കൃപണാഫലഹേതവഃ, ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ഒരാളെ കൃപണൻ, നന്ദിയില്ലാത്തവൻ അല്ലെങ്കിൽ ശോച്യൻ എന്നെല്ലാമാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജ്ഞാനയോഗം എന്ന് പറയുന്നു. അതുകൊണ്ട് ജ്ഞാനയോഗം എന്നത് എപ്പോഴും മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പോൾ കാമ്യകർമ്മയോഗമാവട്ടെ അത് ജ്ഞാനയോഗത്തേക്കാൾ നികൃഷ്ടമാണ് അല്ലെങ്കിൽ താഴെ നിൽക്കുന്നതാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. തന്നെയുമല്ല, അങ്ങനെയുള്ള കാമ്യകർമ്മങ്ങളെ വിട്ടുകൊണ്ട് ജ്ഞാനയോഗത്തെ ആശ്രയിച്ചാലും അല്ലെങ്കിൽ ബുദ്ധിയെ ആശ്രയിച്ചാലും സമത്വ ബുദ്ധിയെ ആശ്രയിച്ചാലും ഈ മനസ്സിൻ്റെ മുകളിലോട്ടും താഴോട്ടുമുള്ള ചാഞ്ചല്യങ്ങളെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് സമഭാവനയോട് വർത്തിക്കുവാൻ സദാസമയവും ശ്രമിക്കുക അർജുന എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുക. തന്നെയുമല്ല, ഇപ്രകാരം ഫലം ഇച്ഛിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാൾ വളരെ നിന്ദ്യനാകുന്നു അല്ലെങ്കിൽ ശോച്യനാകുന്നു എന്നാണ്. അങ്ങനെയുള്ളവരോടുകൂടി നമുക്ക് സംഘം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ഉദാഹരണമായിട്ട് നമ്മളെല്ലാം കുട്ടികളെ വളർത്തുന്നു. ഈ കുട്ടികൾ ഭാവിയിൽ നമുക്കെന്തെങ്കിലും നേടിത്തരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വളർത്തുന്ന മാതാപിതാക്കളുണ്ട്. അതല്ലാതെ എന്താണോ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യം അത് എന്നാലാവും വിധമെല്ലാം ചെയ്യണം എന്ന് കരുതുന്ന മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഗണത്തിൽപ്പെടുന്ന ആളുകൾ സ്വാർത്ഥത്താൽ
പ്രചോദിതരായിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. അവർക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ഭാവിയിൽ എനിക്ക് തിരികെ കിട്ടേണ്ട ഒരു സുഖങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ്. അതാണ് ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം. അതേസമയം നമ്മുടെ കുട്ടികളാണ് എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി അവർക്ക് ഏതാണോ നല്ല ജീവിതത്തിന് ഉതകുന്നത് അതിനെ എന്നാലാവും വിധമെല്ലാം ചെയ്യണം എന്ന് കരുതി അവർക്ക് വേണ്ടി കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. ഫലം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ അവരാണ് ഈ സമത്വം യോഗ ഉച്യത എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നത്. അവരാണ് പിൽക്കാലത്ത് ബഹുമാനിതരാകുന്നത്, ആദ്യത്തെ ഗണത്തിലുള്ളവരല്ല. അപ്പോൾ എല്ലാ സമയവും കർമ്മഫലം ഇച്ഛിക്കുന്നത് അധസ്ഥിതന്മാരാണ്, അല്ലെങ്കിൽ മാനസികമായി വളരെ താഴെ തട്ടിലുള്ള ആളുകളാണ് അപ്രകാരമുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത്. ഉന്നതമായ ആശയങ്ങളെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന ആളുകൾ ഇപ്രകാരം ഫലം ഇച്ഛിക്കാതെ തൻ്റെ കർമ്മം അനുഷ്ഠിക്കുന്നവരാണ് എന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൂരേണാഖ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിശ്ച കൃപണ ഫലഹേതവഃ ബുദ്ധിയുക്തോ ജഹാദേഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ബുദ്ധിയുക്തഃ ജഹാതി ഇഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ബുദ്ധിയുക്തഃ സമത്വ ബുദ്ധിയെ പ്രാപിച്ചവനാവട്ടെ, ഇഹ ഇവിടെ ജഹാദി ഉഭേ സുഹൃത ദുഷ്കൃതേ, അയാൾ ഉപേക്ഷിക്കുന്നു എന്തിനെ? ഉഭേ രണ്ടെണ്ണത്തിനെ, സുഹൃതവും ദുഷ്കൃതവും. അപ്പോൾ സമത്വബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ സുഹൃതവും ദുഷ്കൃതവുമാകുന്ന ഈ രണ്ടിനെയും ഇവിടെ ഉപേക്ഷിക്കുന്നു. തസ്മാത് അതുകൊണ്ട് യോഗായ യുജ്യസ്വ യോഗത്തിനായിട്ട്, സമത്വ യോഗത്തിനായിട്ട് യുജ്യസ്വ പ്രയത്നിക്കുക. യോഗഃ കർമ്മസു കൗശലം. ഈ സമത്വ യോഗം എന്ന് പറയുന്നത് കർമ്മങ്ങളിലെ കൗശലം, കുശലതയാകുന്നു. കർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയാകുന്നു യോഗം എന്ന് പറയുന്നത്. നിഷ്കാമ കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നതെങ്കിലാണ് ഈ സമത്വ യോഗത്തിലേക്ക് എത്തിച്ചേരുന്നത്. കാമ്യകർമ്മങ്ങളാകുമ്പോൾ നമുക്ക് ഈ ദ്വന്ദ്വങ്ങളിൽപ്പെട്ട് സമത്വം ഉപേക്ഷിക്കേണ്ടതായി വരും, അല്ലെങ്കിൽ സമത്വം നേടാനാവാതെ വരും. അതുകൊണ്ട് സമബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ പുണ്യങ്ങളെയും പാപങ്ങളെയും ഒക്കെ ഇവിടെ ത്യജിച്ചിട്ട് ഈ സമത്വ യോഗത്തിനായിട്ട് പ്രയത്നിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ സമത്വ യോഗം എന്ന് പറയുന്നത് കർമ്മത്തിലെ കുശലതയാകുന്നു. കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ നല്ലതോ ചീത്തയാകുമ്പോൾ മനസ്സ് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മനസ്സിന് മുകളിലോട്ടും താഴോട്ടുമുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് ഗ്രഹിക്കേണ്ടുന്ന പാഠമാണ്, ഇനിയും ഇങ്ങനെ മനസ്സിനെ ചാഞ്ചാട്ടം നടത്തുവാനായിട്ട് വിടാൻ പാടില്ല. അതുകൊണ്ട് എന്ത് വേണമെന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ചെയ്യുന്ന കർമ്മങ്ങൾ അതിൻ്റെ ഫലത്തെ ആഗ്രഹിക്കാതെ ചെയ്യുമ്പോഴാണ് മനസ്സിന് ചാഞ്ചല്യം ഇല്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നത്. കാരണം ആ സമത്വ കർമ്മം അല്ലെങ്കിൽ ആ സമത്വ യോഗമാണ് കർമ്മത്തിലെ ശ്രേഷ്ഠത അല്ലെങ്കിൽ കുശലത എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ജ്ഞാനയോഗത്തിലേക്ക് നയിക്കുവാൻ യോഗ്യരാക്കി തീർക്കുന്നത്. കർമ്മയോഗം അനുഷ്ഠിച്ച് ജ്ഞാനയോഗത്തിന് യോഗ്യത വന്ന ഒരാളിലാണ് ഈശ്വരഭക്തിയെല്ലാം പെട്ടെന്ന് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് കേവലം നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രമല്ല, നമ്മളുടെ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് അതിൻ്റെ ഫലത്തിൽ നിന്ന് ആഗ്രഹമില്ലാതെ സമഭാവനയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വരുമ്പോഴാണ് ഈ ജ്ഞാനയോഗവും ഭക്തിയോഗവും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് സഹായിക്കുന്നത്. ആദ്യം നിഷ്കാമകർമ്മങ്ങൾ
അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ജ്ഞാനയോഗത്തിന് അർഹതയുണ്ടാകുന്നു. ജ്ഞാനയോഗത്തിന് അർഹതയുള്ളവൻ ഭക്തിയോഗത്തിലേക്കും തുടർന്ന് പ്രാപ്യസ്ഥാനമായ ഈശ്വരപദത്തിലേക്കും എത്തുവാനൊക്കെ അവസരം ഒരുങ്ങുന്നു. അതിനാൽ ഒരു ഉത്കർഷച്ചുവായിരിക്കുന്ന ജീവാത്മാവ് അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ ഈ പ്രകാരത്തിലായിരിക്കണം എന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നതോടൊപ്പം ഈ ലോകത്തുള്ള ഭക്തിയോടുകൂടി ഈ ഗീതാസാരത്തെ ഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ഈ ഉപദേശം നൽകി അനുഗ്രഹിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃതദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.